എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം നേരുന്നു. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ക്രിസ്ത്യാനികളെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്തു. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഞാനും പിതാവും ഒന്നാകുന്നു എന്ന യേശുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിന്റെ ആ പരമ്പരയുടെ 3-ാമത്തെ ഭാഗമാണ്. അത് ഈ വചനം ദുർവ്യാഖ്യാനിക്കുന്ന അനേകം സഭകളൊന്ന് ഇന്ത്യയിലുണ്ട്. അതായത് ഈ ഒരു വചനം ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള യേശുവിന്റെ സാക്ഷ്യത്തെ പറ്റി പറയുന്നത് യേശുവും ദൈവമാണ്, യഹോവയെ പോലെ യേശുവും ദൈവമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഈ വചനം വളരെയധികം ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് പല സഭകൾ. ഞാൻ ഏത് സഭയുടെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ 1-ാം ഭാഗത്തിൽ പറഞ്ഞത് യേശു ഒരിക്കലും ദൈവമെന്ന് പറഞ്ഞു. കാരണം യേശുവിനെ ഒരിക്കൽ യഹൂദന്മാർ പറഞ്ഞു, നീ ക്രിസ്തുവാണോ, നീ ശരിക്കും സ്പഷ്ടമായി പറയാ. മറുപടി പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ അല്ലാത്തത് കൊണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള ആടുകൾ ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാവും എന്നാണ് 1-ാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞത്. 2-ാമത്തെ ഭാഗത്തിൽ ഞാൻ പറഞ്ഞത് യേശു ഒരിക്കലും ഏകൻ അല്ലായിരുന്നു. കാരണം ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. സ്നാപക യോഹന്നാന്റെ മാനസാന്തര സ്നാനം എന്ന പാപമോചന സ്നാനം യേശു സ്വീകരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യേശുവിലേക്ക് വന്നു. ആ ആത്മാവ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം യേശുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ യേശു പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ ഒരിക്കലും ഏകനായി വിട്ടില്ല, പിതാവ് എപ്പോഴും എന്നോട് കൂടെ ഉണ്ടാകും. അങ്ങനെ ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് 2-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞത്. ഇനി 3-ാമത്തെ ഭാഗത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു ദൈവത്തിന്റെ ലക്ഷ്യം ഭൂമിയിൽ വരുത്തി തീർക്കുവാൻ ദൈവം അയച്ച ഒരു അപ്പോസ്തലനാണ് യേശു. യേശുവും പിതാവും ഒന്നാകുന്നു. കാരണം ഈ ദൈവത്തിന്റെ ലക്ഷ്യം ഭൂമിയിൽ വരുത്തുവാൻ വന്ന ഒരു മനുഷ്യനാണ് യേശു. ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ളതിനെ യേശു ദൈവമാണെന്ന് വരുത്തി തീർക്കുന്ന ഒരുപാട് സഭകളുണ്ട്. അതുപോലെ തന്നെ യേശുനാമ സഭ എന്നൊരു സഭയുണ്ട്. ആ സഭക്കാര് പറയുന്ന മറ്റൊരു വലിയൊരു പച്ചയായ ദുരുപദേശമാണ് യഹോവയായ ദൈവം മനുഷ്യാവതാരം എടുത്തതാണ് യേശു. ഈ ശുദ്ധ വിവരക്കേടിന് ഒരു മറുപടിയാണ് ഇന്നത്തെ ഭാഗത്തുകൂടി എനിക്ക് പറയുവാൻ ആഗ്രഹിക്കും. സത്യദൈവത്തെ കണ്ട് ഈ മാർഗത്ത് വന്ന ജീവനുള്ള ദൈവം യേശുവാണെന്നും സത്യദൈവം യേശുവാണെന്നും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്ന് വിശ്വസിച്ചാൽ എനിക്ക് പാടാതിരിക്കാൻ പറ്റുമോ ബാബച്ച? യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല. യേശു മാത്രം ദൈവം, യേശു മാത്രം രക്ഷകൻ. മറ്റൊരു ചെയ്യില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ഇവര് യഹോവയായ ദൈവത്തിന്റെ മനുഷ്യ അവതാരമാണ് യേശു എന്ന് പറയുവാൻ ഇവര് ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എനിക്കും അറിയില്ല. നമുക്കൊരു വേദപുസ്തകത്തിലെ ഒരു ഭാഗം വായിക്കാം. യേശു ഭൂമിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ ഈ ശുശ്രൂഷകളും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്കൊരു ആമുഖം ഒന്ന് നോക്കാം. അതിനാദ്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം
5-ാം അധ്യായം 43-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവ് കൽപ്പിച്ച പ്രകാരം വന്നിരിക്കുന്നു എന്നാണ്. പിതാവായ ദൈവം യേശുവിനെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു എന്ന് പറയാം. തൊട്ടടുത്ത ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 44 ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അടുത്ത് എന്നെ അയച്ച പിതാവ് എന്നാണ്. അപ്പൊ ദൈവം അയച്ച മനുഷ്യൻ തന്നെയാണ് യേശു. അടുത്ത 3-ാമതൊരു ഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 47-ാമത്തെ ഭാഗ്യം. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് മൂലം എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ വന്നു എന്നാണ് അവിടെയും പറഞ്ഞത്. അവിടെ ഈ 3 ഭാഗത്തും ദൈവം അയച്ചിട്ടാണ് യേശു ഭൂമിയിൽ വന്നു എന്ന് അവിടെ സാക്ഷ്യപ്പെടുന്നു. യേശു തന്നെ സാക്ഷ്യപ്പെടുന്നു. മറ്റാരും, യേശുവിന്റെ അപ്പോസ്തലന്മാരോ മറ്റേതെങ്കിലും പ്രവാചകന്മാരോ ആരും പറഞ്ഞു, യേശു തന്നെ പറയുന്ന, ലൈവായി പറയുന്ന സാക്ഷ്യമാണ്. അപ്പോൾ യേശു യഹോവ അല്ല എന്ന് മനസ്സിലായല്ലോ. യേശു എന്തിന് ഭൂമിയിൽ വന്നു എന്നും അതിൽ പറയുന്നുണ്ട്. പിതാവിന്റെ നാമത്തിൽ വന്നവൻ എന്നാണ് അവിടെ യേശുവിനെ 3 ഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു അടുത്തൊരു ഭാഗത്തുകൂടി കടന്നു ചെല്ലാം. അപ്പോൾ യഹോവയുടെ മനുഷ്യാവതാരമാണോ യേശു എന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 28-ഉം 29 ഭാഗവും 8-ാം അധ്യായം 42-43 വായിക്കുമ്പോൾ വളരെ പൂർണ്ണമായി ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നും അറിയുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു എന്നാണ്. അപ്പോൾ യേശു വീണ്ടും വേറൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ് ദൈവത്തിന്. എന്റെ പിതാവായ ദൈവം, ജീവനുള്ള ദൈവം, സത്യവാനായ ദൈവം. ഈ 3 ഉപമയും അല്ലെ 3 പര്യായവും സ്വന്തം പിതാവായ ദൈവത്തെ നൽകിക്കൊണ്ട് യേശു പറയുകയാണ്, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നവൻ, പിതാവിന്റെ കൽപ്പനയാൽ വന്നവൻ, പിതാവിന്റെ ലക്ഷ്യം ഭൂമിയിൽ വരുത്തുവാൻ വന്ന മനുഷ്യനാണ് ഞാനാണെന്ന് അവിടെ സാക്ഷ്യപ്പെടുന്നു. ഇതിൽ പരം എന്ത് തെളിവ് വേണം പ്രിയ യേശു നാമക്കാരെ? യഹോവയാണോ യേശു? ഇനി തൊട്ട് അടുത്തൊരു വാക്യം കൂടി വായിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഉഡായിപ്പ് ദുരുപദേശം പൊളിയുകയാണ്. ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചത് കൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറയുന്നു. ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും, അതായത് അവന്റെ അടുക്കൽ, അവൻ എന്ന് പറഞ്ഞ ദൈവം, പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. സ്വർഗത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികൾ, ദൂതന്മാർ, മാലാഹമാൽ, കെരൂബുകൾ, സാറാവത്തുകൾ മാത്രമേ ഉള്ളൂ. വേറൊരു സൃഷ്ടി അവിടെ ഇല്ല. അപ്പൊ അവരിൽ നിന്നും ഒരാളായി ഞാൻ അയക്കപ്പെട്ടതായി ഭൂമിയിലെത്തിയ അപ്പോസ്തലനാണെന്ന് യേശു വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അടുത്ത യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 42-43 ഭാഗങ്ങളത് വായിക്കാം. ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. യേശുവിനെ സ്നേഹിക്കുന്നവർ ആണോ ഈ യേശുനാമ സഭക്കാർ? യേശുനാമ സഭക്കാർ യേശുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ യേശു പറഞ്ഞ കൽപ്പനകളെ വിശ്വസിക്കണം. ആ കൽപ്പന എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. എന്തുകൊണ്ട്? ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ യേശുനാമ സഭ എന്ന പേരിട്ടാ പോരാ. യേശുനാമ സഭ യേശു കൽപ്പിക്കുന്നത് അനുസരിക്കുന്ന സഭ എന്നാണ്. എന്നാൽ നിങ്ങൾ യേശു കൽപ്പിക്കുന്ന ഈ ഒരു വചനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുമായിരുന്നു എന്നാണ്. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ യേശു
ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കേണ്ടവനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളത് വിശ്വസിക്കില്ല. യഹോവയായ ദൈവം മനുഷ്യാവതാരം എടുത്തതാണ് യേശു എന്നാണ് നിങ്ങളുടെ കണ്ടുപിടുത്തം. ഇത് ശരിയാണോ സഹോദരന്മാരെ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. എന്തിനാണ് ഞാനും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ ഞാനും വചനത്തിന്റെ സത്യം അറിയുവാൻ വേണ്ടി കിടന്ന് അലഞ്ഞിട്ടുണ്ട്, അനേകം പഠിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ വന്നത് ഒരു പെന്തക്കോസ് സഭയിലാണ്. എനിക്ക് ആ സഭയിൽ നിന്നും ആ സഭയിലെ ഉപദേശകൻ എല്ലാവരും ഒരാളാണ്, ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്റർക്ക് പൊതുവെ ജ്ഞാനം കുറഞ്ഞൊരു പാസ്റ്ററാണ്. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. എങ്കിലും എനിക്കിത് പഠിക്കുവാൻ എനിക്ക് എൻ്റെ ആഗ്രഹത്തിനൊത്തുള്ള ഒരു പരിജ്ഞാനം നൽകുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതിനോട് ഞാൻ പല സ്ഥലങ്ങളിൽ ഓടി, പരിജ്ഞാനം പഠിക്കുവാൻ വേണ്ടി ഓടി. എനിക്ക് അതേ ആഗ്രഹമുള്ള അനേകം പുതിയ വിശ്വാസികൾ ഇന്ന് ക്രൈസ്തവ മാർഗത്തിലേക്ക് വരികയാണ്. അവരാരും സത്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ തുടക്കകാലത്ത് ഞാൻ ഇതുപോലെ അലഞ്ഞു നടന്നിട്ടുണ്ട്. സത്യം മനസ്സിലാക്കും. ഒരു സഭയിൽ ഒന്ന് പറയുന്നു, വേറൊരു സഭയിൽ വേറൊന്ന് പറയുന്നു. ഇവിടെ ഒരു ഉപദേശം, ആ ഉപദേശം തെറ്റായി അവിടെ പറയുന്നു. ഞാനൊരിക്കൽ എൻ്റെ പെന്തക്കോസ്ത് സഭയിൽ നിന്നും ഒരു ഞായറാഴ്ച വേറൊരു സഭയിലേക്ക് പോയി സഭായോഗം കൂടുവാൻ പോയി. അപ്പൊ ആ സഭയിലോകം കൂടി ഈ സംഭവം അറിഞ്ഞ ആ സഭയിലെ പാസ്റ്റർ എന്നെ വിളിച്ച് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നത് ആത്മീയ വ്യഭിചാരമാണ്. അതായത് ഒരു സഭയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സഭയിൽ പോയി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ സഭയിൽ കൂട്ടായ്മ ആചരിക്കാൻ പോയി അത് വ്യഭിചാരമാണെന്നാണ്, ആത്മീയ വ്യഭിചാരമാണെന്നാണ് പറഞ്ഞത്. അത്രത്തോളം വിവരമില്ലാത്ത ഒരു സഭയായിരുന്നു ഞാൻ സ്നാനം സ്വീകരിച്ച ഒരു പെന്തക്കോസ്ത് സഭ. ആ സഭ ഏതെന്നോ ആ സഭ പാസ്റ്റർ ഏതെന്നോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സഭയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ ദൈവവചനം സത്യസന്ധമായി പഠിക്കുക. ഒരു ക്രിസ്ത്യാനിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് നിത്യതയാണ്. നിത്യജീവൻ നമ്മൾ കൈവശമാക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ വേണ്ടിയാണ്. നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുവാൻ, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുവാൻ വേണ്ടിയാണ്. അതിന് നിങ്ങൾ ദൈവവചനം പഠിച്ച് അതനുസരിച്ച് അത് മറ്റുള്ളവരെ പഠിപ്പിച്ച് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നേടാൻ കഴിയുകയുള്ളൂ. അത് സഭയുടെ പ്രമാണം കൊണ്ടെന്ന് നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയില്ല. നിത്യ നരകൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. വചനം അനുസരിക്കുന്നവർക്ക് മാത്രമാണ് നിത്യതയും സ്വർഗവും ദൈവമക്കൾ എന്ന സ്ഥാനവും. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രിയ സഹോദരന്മാർക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഈ പരമ്പരയുടെ അടുത്തൊരു ഭാഗം തുടർന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുവരെ കാണും വരെ നല്ലൊരു ഗുഡ് ബൈ.